ഗുഡ് മോർണിംഗ്. 6C ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയേക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിസ് ഓഫ് എ കറന്റ് ക്യാരിങ് സർക്കുലർ കോയിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിസ് ഓഫ് എ കറന്റ് ക്യാരിങ് സർക്കുലർ കോയിലാണ്. B is equal to mu 0 n I a square divided by 2 into x square plus a square the whole raised to 3 by 2. അതിനകത്തിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണെന്ന് പറഞ്ഞു അല്ലേ. നമ്പർ ഓഫ് ടേൺസ് ആണ് n എന്ന് പറയുന്നത്. I എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ. ആ കോയിലിനകത്തിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് I എന്ന് പറയുന്നത്. A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ കോയിൽ. ആ കറന്റ് ക്യാരിങ് സർക്കുലർ കോയിലിൻ്റെ റേഡിയസ് ആണ് എ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദി കറന്റ് ക്യാരിങ് സർക്കുലർ കോയിൽ. എക്സ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദി കറന്റ് ക്യാരിങ് സർക്കുലർ കോയിൽ. അടുത്ത നമുക്ക് വേണ്ടത് ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ ആ സർക്കുലർ കോയിലിൻ്റെ സെൻട്രലാണ് എന്ന് വെക്കുക. അപ്പം നമുക്ക് സെൻട്രലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എഴുതിയ ഇക്വേഷനകത്തിൽ ഏത് പാരാമീറ്ററിൻ്റെ വാല്യൂ ആയിരിക്കും മാറുന്നത്. അപ്പോൾ നമ്മളടുത്ത് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ കറന്റ് ക്യാരിങ് സർക്കുലർ കോയിൽ. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി കറന്റ് ക്യാരിങ് സർക്കുലർ കോയിൽ. കറന്റ് ക്യാരിങ് സർക്കുലർ കോയിൽ. ആ കറന്റ് ക്യാരിങ് സർക്കുലർ കോയിലിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ mu 0 മാറുന്നില്ല. നമ്പർ ഓഫ് ടേൺസ് n ആയിരിക്കാം. കറണ്ട് I എന്ന് പറയുന്ന കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. A റേഡിയസ് മാറുന്നില്ല. പിന്നെ ഇതിനകത്തിൽ മാറുന്നത് ഏതാണ്? എക്സ് മാത്രമാണ് മാറുന്നത്. അതായത് ആ പോയിന്റിൽ നിന്നും, അതായത് നമുക്ക് സർക്കുലർ കോയിലിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ പോയിന്റ് പി വരെയുള്ള ദൂരത്തെ ആയിരുന്നു നമ്മൾ എക്സ് എന്ന് പറഞ്ഞത്. സെൻറ്ററിൻ്റെ കേസ് വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താകും? 0. അതായത് പി സെൻറ്ററിലാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനകത്തിൽ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി കറന്റ് ക്യാരിങ് സർക്കുലർ കോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എഴുതി B is equal to mu 0 into n into I into a square divided by 2 into, നോക്കിക്കേ, എക്സ് സ്ക്വയർ എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല, അത് 0 ആണ്. അപ്പം ഞാൻ എഴുതി എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3 by 2. എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3 by 2 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എം ഇൻറ്റു എൻ എന്ന് നമുക്ക് എഴുതാം. എക്സ് റേസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ 2 into 3 by 2 എന്ന് പറയുമ്പോൾ 2 ഉം 2 ഉം കൂടെ വെട്ടിപ്പോവും. പിന്നെ നമുക്ക് താഴെ എ ക്യൂബ് മാത്രമേ വരത്തുള്ളൂ. mu 0 n I a square divided by 2 into a cube. അപ്പം നമുക്ക് മുകളിൽ എ സ്ക്വയർ ഉണ്ട്, താഴെ എ ക്യൂബ് ഉണ്ട്. ആ ക്യൂബും മേളത്തെ എ സ്ക്വയറും കൂടെ വെട്ടിപ്പോവും. അപ്പം നമുക്ക് ദ ഫൈനൽ ഇക്വേഷൻ ഫോർ ദ magnetic field at the center of a current carrying circular coil. Equation for magnetic field at the center of a current carrying circular coil എന്ന് പറയുന്നത് എന്താണ്? mu 0 n I divided by 2a. n ടേൺസ് ഉള്ള ഒരു കോയിലിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ആണ് mu 0 n I by 2a എന്നുള്ളത്. അത് നിങ്ങൾ ബോക്സിനകത്തിടാം. മാഗ്നറ്റിക് ഫീൽഡ് at the center of a current carrying circular coil. B is equal to mu 0 n I divided by 2a, where a is the radius. അടുത്ത എഴുതി കഴിഞ്ഞാൽ അടുത്ത ഹെഡിങ് എഴുതണം. മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ പെർപെൻഡിക്കുലറായിട്ടാണ് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ
when a charged particle enters into a magnetic field, it enters into a perpendicular magnetic field എന്ന് പറയാം. ഉദാഹരണം, ഞാനിവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ക്രോസ് വെച്ചിട്ടാണ്. ക്രോസ് ഇങ്ങനെ ഇട്ടു. ക്രോസ് ഇടുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ. ഞാൻ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഈ ഡയറക്ഷനിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ ഡോട്ട്സ് ഇടുവാണെങ്കിൽ എങ്ങനെയാ? വെളിയിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം നമ്മൾ പേപ്പറിനകത്തിൽ ക്രോസ് ഡോട്ട് ഇടുവാണെങ്കിൽ ഒരു ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡോട്ട് വെച്ചാണെങ്കിൽ ആ പേപ്പറിൻ്റെ പുറത്തോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഫ്രം ദ പേപ്പർ ഔട്ട്വേർഡ്സ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ആയിക്കോട്ടെ, ഇലക്ട്രിക് ഫീൽഡ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഫീൽഡ് ആയിക്കോട്ടെ. നമ്മൾ ക്രോസ് മാർക്ക് ഇട്ടിട്ടാണ് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻ ടു ദ പേപ്പറാണ് മാഗ്നറ്റിക് ഫീൽഡ് വന്നേക്കുന്നത്. അപ്പം ഞാൻ ഇൻ ടു ദ പേപ്പർ ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്തു. ഇൻ ടു ദ പേപ്പർ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്തു. ഈ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ഞാനൊരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഐ ഇൻട്രൊഡ്യൂസ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ടു ദിസ് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ നേരത്തെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞപ്പോൾ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടി ഞാൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞായിരുന്നു. According to Fleming's left hand rule, if your forefinger, middle finger and thumb are kept in mutual perpendicular direction such that your forefinger represent the direction of magnetic field, your middle finger represent the direction of motion of the charge, then your thumb will represent the direction of force. ഫോഴ്സ് എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും ആ വസ്തുവിൻ്റെ മോഷൻ. അപ്പോൾ അതേ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് നിങ്ങളിവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അവനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡയറക്ഷനിലോട്ട് അവൻ മൂവ് ചെയ്യും. അപ്പം വീണ്ടും അവൻ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നത് ആ ഡയറക്ഷനിലോട്ട് അവൻ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറും. അപ്പോൾ വീണ്ടും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറും. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും ഈ പറയുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ? ആ പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് ഓരോ പോയിന്റ് മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ദ ചാർജ് പാർട്ടിക്കിൾ അക്വയർസ് എ സർക്കുലർ പാത്ത്. ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൻ എന്ത് മോഷനിലായിരിക്കും? ഒരു സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ സർക്കുലാർ പാത്ത് മെയിൻറ്റെയിൻ ചെയ്യും അല്ലെങ്കിൽ അക്വയർ ചെയ്യും. ദാറ്റ് ഈസ് ഹൗ എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ F=QVB sin θ എന്നുള്ള ഇക്വേഷൻ അറിയാം. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F=QVB sin θ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീറ്റയുടെ വാല്യൂ ഇവിടെ എത്രയാ? 90 ഡിഗ്രി. കാരണം ആംഗിൾ ബിറ്റ്വീൻ ദ മോഷൻ ഓഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ് തീറ്റ. അപ്പം അത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് 90 ഇട്ട് കൊടുക്കാം. അപ്പോൾ QVB എന്ന് പറയുന്ന ഫോഴ്സ് ആണ് ഇവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ അനുനിമിഷം മാറുന്നതുകൊണ്ട് ഇവൻ ഫൈനലി എന്ത് ചെയ്യും? ഒരു സർക്കുലർ പാത്ത് അക്വയർ ചെയ്യും. എന്നാൽ ഒരു പാരലൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? 0 ആണ്. അപ്പോൾ എന്ത് സ്പീഡിലായിരുന്നു അത് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പം ഒരു പാരലൽ മാഗ്നറ്റിക് ഫീൽഡിൽ ദ പാത്ത് ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ ബി ലീനിയർ. അതൊരു ലീനിയർ പാത്ത് ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ സർക്കുലർ പാത്തും ഒരു പാരലൽ മാഗ്നറ്റിക് ഫീൽഡിൽ അവന് ഫോഴ്സ് വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ല. അവൻ ഏത് വെലോസിറ്റിയിലായിരുന്നു അവിടെ മൂവ് ചെയ്തുകൊണ്ടിരുന്നത് അതേ വെലോസിറ്റിയിൽ തന്നെ ആയിരിക്കും അവൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. കാരണം അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 0 ആണ്. ഫോഴ്സ് കിട്ടാതെ ആക്സലറേഷനോ ഒന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് അവൻ ഏത് വെലോസിറ്റിയിലായിരുന്നു അതിനകത്തോട്ട് എൻ്റർ ചെയ്ത് പാരലൽ ഫീൽഡിലോട്ട് അതേ വെലോസിറ്റിയിൽ തന്നെ അവൻ ത്രൂ ഔട്ട് മൂവ് ചെയ്യും. അങ്ങനെയാണ് രണ്ട് കണ്ടീഷൻസ് നമ്മൾ പറയുന്നത്. ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലർ പാത്ത് അക്വയർ ചെയ്യുമെങ്കിൽ ഒരു പാരലൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇറ്റ് വിൽ ബി എക്സ്പീരിയൻസിങ് 0 ഫോഴ്സ്. സോ ഇറ്റ് വിൽ കണ്ടിന്യൂ
the same velocity with which it entered the magnetic field. അതൊരു ലീനിയർ പാത്തായിരിക്കും പാരലൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്ന കണ്ടീഷനാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതായത് ബി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനിലോട്ട് ഞാൻ മാർക്ക് ചെയ്തു. ആ ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരു തീറ്റ ആംഗിളിലാണ് എൻ്റെ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ വെലോസിറ്റിക്ക് എക്സ് കമ്പോണൻറ്റും ഉണ്ട് വൈ കമ്പോണൻറ്റും ഉണ്ട്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റും വരും, പാരലൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റും വരും. അപ്പോൾ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് നോക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഒരു സർക്കുലാർ പാത്ത് മെയിൻറ്റെയിൻ ചെയ്യും. അതോടൊപ്പം തന്നെ അവൻ അവിടെ നിൽക്കുവാന്നോ? ഇല്ല, അവൻ ഈ പറയുന്ന പാരലൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലീനിയർ മൂവ്മെൻറ്റും ഉണ്ട്. അപ്പോൾ സർക്കുലാർ വിത്ത് ലീനിയർ മോഷൻ വരുമ്പോൾ it will acquire a helical path. This is how a charged particle will move in a magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മോഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ അക്വയർ എ ഹെലിക്കൽ പാത്ത്. പെർപെൻഡിക്കുലർ മാത്രമാണെങ്കിൽ സർക്കുലാർ പാത്ത്, പാരലൽ മാത്രമാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ലീനിയർ ആയിട്ട് അങ്ങ് പൊക്കോളും. എങ്ങനെയാണോ വന്നത് അങ്ങനെ അങ്ങ് പൊക്കോളും. പക്ഷേ ഇവനൊരു ആംഗിളിലാണ് മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവന് സർക്കുലാർ പാത്തും ഉണ്ടാവും, അതേപോലെ ലീനിയർ പാത്തും ഉണ്ടാവും. അത് രണ്ടും കൂടെ ചേരുമ്പോൾ ദ മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഹെലിക്കൽ ഇൻ നേച്ചർ. ഹെലിക്കൽ പാത്തായിരിക്കും അത് അക്വയർ ചെയ്യുന്നത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞേ? പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇൻ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് സർക്കുലാർ മോഷൻ, ചാർജ്ഡ് പാർട്ടിക്കിളിന് സർക്കുലാർ മോഷനാണ്. അതാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. പാരലൽ മാഗ്നറ്റിക് ഫീൽഡ്, പാരലൽ മാഗ്നറ്റിക് ഫീൽഡ് മോഷൻ ഈസ് ലീനിയർ. മോഷൻ ഈസ് ലീനിയർ. ലീനിയർ മോഷൻ ആയിരിക്കും ഈ പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടാവുന്നത്. വെൻ ചാർജ്ഡ് പാർട്ടിക്കിൾ enter the magnetic field at an angle theta എന്ന് പറയുന്ന ആംഗിളിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ അക്വയർ ഹെലിക്കൽ പാത്ത്. ഹെലിക്കൽ പാത്ത് ആയിരിക്കും അതെന്ത് ചെയ്യുന്നത്? ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ അക്വയർ ചെയ്യുന്നത്. ഇതാണ് 3 കണ്ടീഷൻസ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ, പാരലൽ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ആംഗിളിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഹെലിക്കൽ പാത്ത് അക്വയർ ചെയ്യും. നോട്ട് ചെയ്യാമല്ലോ? ചെയ്തു. സൈക്ലോട്രോൺ. എന്താണ് സൈക്ലോട്രോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പോസിറ്റീവ് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ. സൈക്ലോട്രോൺ ഈസ് എ പോസിറ്റീവ് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ. നമ്മളൊരു പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റിനേക്ക് സജ്ജമാക്കുവാൻ വേണ്ടി അതിൻ്റെ എനർജി നമുക്കൊരു പെർട്ടിക്കുലർ ലെവലിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമ്മളതിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സൈക്ലോട്രോൺ എന്ന് എഴുതിയിട്ട് നിങ്ങൾ എഴുതണം ഇറ്റ് ഈസ് എ പോസിറ്റീവ് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ. Cyclotron is a positive particle accelerator. നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, സൈക്ലോട്രോണിനകത്തിൽ നമുക്ക് പറയാം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇവാക്യുവേറ്റഡ് ചേംബർ. സൈക്ലോട്രോണിനകത്തിൽ ഒരു ഇവാക്യുവേറ്റഡ് ചേംബർ ഉണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇവാക്യുവേറ്റഡ് ചേംബർ. ഇവാക്യുവേറ്റഡ് ചേംബർ എന്ന് പറഞ്ഞാൽ വാക്വമാണ്. ഇതിനകത്തിൽ എയറിൻ്റെ എഫക്റ്റുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. In this evacuated chamber, it contains 2 evacuated Ds. 2 Ds ഉണ്ട്. അതായത് ഡി ഷേപ്പിലുള്ള 2 സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചിട്ട് 2 Ds നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സൈക്ലോട്രോണിനകത്തിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. So it has an evacuated chamber in which has 2 evacuated Ds which are kept face to face. Face to face ആയിട്ട് വെച്ചിരിക്കുന്ന 2 Ds ഉണ്ട്. DEES എന്ന് നമ്മൾ വിളിക്കും. ഒരു DA നമ്മൾ D1 എന്ന് വിളിക്കുവാണെങ്കിൽ മറ്റേ DA നമ്മൾ D2 എന്ന് വിളിക്കും. And it contains a point of
അയോണിക് സോഴ്സ്, ഒരു പോസിറ്റീവ് പാർട്ടിക്കിൾ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് എവിടെ ഉണ്ട്? ഈ സെൻറ്ററിൽ ഉണ്ട്. അഗെയിൻ these are connected to an oscillator. ഈ ഡീസിനെ നമ്മൾ ഓസിലേറ്റർ വഴി ഓസിലേറ്ററിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഓസിലേറ്ററിന്റെ 2 എൻഡ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഡീസിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. These are connected to an oscillator. These are connected to an oscillator. Into this setup, ഈ സെറ്റപ്പിലേക്ക് we give a perpendicular magnetic field. ഈ പറയുന്ന ഡീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആർ അപ്ലൈഡ് ടു ദിസ് ഡീസ്. ഈ ഇവാക്യുവേറ്റഡ് സിസ്റ്റത്തിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു. അതാണ് ഞാൻ ഈ ക്രോസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്രോസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇൻ ടു ദ ബോർഡ് അല്ലെങ്കിൽ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. നിങ്ങൾ ബുക്കിനകത്ത് വരയ്ക്കുമ്പം ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആണ് എന്തിൻ്റെ ഡയറക്ഷൻ? ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ക്ലിയർ ആണോ? നമ്മൾ എന്നിട്ട് ഒരു ഡീസിൻ്റെ കേസ് നമ്മൾ പറയുമ്പം നമുക്ക് ഒരു എൻഡ് പോസിറ്റീവ് ആണെങ്കിൽ രണ്ടാമത്തെ എൻഡ് നെഗറ്റീവ് ആയിരിക്കും. അതായത് ഒരു ഡി പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ ഡി എന്തായിരിക്കും? നെഗറ്റീവ് പൊളാരിറ്റിയിലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ആൻ ഓസിലേറ്റർ. ഇതൊരു ഓസിലേറ്ററിലോട്ടാണ് ഒരു എ സി സോഴ്സ് ആണ്. ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു എ സി സോഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു എൻഡ് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്പുറത്തെ എൻഡ് എന്തായിരിക്കും? നെഗറ്റീവ് ആണ്. അപ്പോൾ അൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു എൻഡിലെ കറണ്ട് ഇങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ എൻഡിലെ കറണ്ട് നേരെ തിരിച്ചായിരിക്കും. അപ്പം ഒരു എൻഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ അപ്പുറത്തെ എൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിളായിരിക്കും. തിരിച്ച് ആദ്യത്തെ എൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ രണ്ടാമത്തെ എൻഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരും. അപ്പം വെൻ ദ ഫസ്റ്റ് ഡി ഈസ് പോസിറ്റീവ്, സെക്കൻഡ് ഡി വിൽ ബി negative. When the second D is positive, first D will be negative. അതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പം നമ്മൾ ഒരു അയോണിക് സോഴ്സ് നമ്മൾ ഇവിടോട്ട് കൊണ്ടുവന്നു. അതായത് ഇവിടെ ഒരു അയോണിക് സോഴ്സ് ഉണ്ട്, അതിൽ നിന്നൊരു പോസിറ്റീവ് അയോൺ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്കൊരു പോസിറ്റീവ് പാർട്ടിക്കിളിനെ നിശ്ചിത എനർജിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എങ്ങനെ എനർജി കൂട്ടുന്നത്? ഇതെന്താണ്? പോസിറ്റീവ് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ്. ഒരു വസ്തു ആക്സിലറേറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. അവൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൈനറ്റിക് എനർജിയും ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു പോസിറ്റീവ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് അതിൻ്റെ എനർജി നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു പോസിറ്റീവ് പാർട്ടിക്കിൾ കൊണ്ടുവന്നു. പുറത്തോട്ട് വന്ന സമയത്ത് നമ്മൾ പറയും the d2 has negative polarity and d1 has positive polarity. d1 ന് പോസിറ്റീവ് പൊളാരിറ്റിയും d2 ന് നെഗറ്റീവ് പൊളാരിറ്റിയും ആണ്. എൻ്റെ ചോദ്യം, ഈ സാധനം പുറത്തേക്ക് വന്നിട്ട് d1ൻ്റെ അടുത്തോട്ട് പോകുമോ d2ൻ്റെ അടുത്തോട്ട് പോകുമോ? അതായത് ഒരു പോസിറ്റീവ് പാർട്ടിക്കിൾ അയോണിക് സോഴ്സിൽ നിന്ന് വന്നിട്ട് നെഗറ്റീവ് സൈഡിലോ നെഗറ്റീവ് പൊളാരിറ്റി ഇരിക്കുന്ന d2ലോട്ട് നീങ്ങുമോ അതോ പോസിറ്റീവ് പൊളാരിറ്റി ഇരിക്കുന്ന d1ലോട്ട് നീങ്ങുമോ? നെഗറ്റീവ് സൈഡിലോട്ടായിരിക്കും പോസിറ്റീവ് പാർട്ടിക്കിൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം എന്ത് ചെയ്തു? ഈ നെഗറ്റീവ് ഡയറക്ഷൻ, നെഗറ്റീവ് പൊളാരിറ്റി ഇരിക്കുന്ന ഡിയിലോട്ട് പോയി. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഞാനത് വരച്ചപ്പം ഞാൻ നേരെ ഒരു ലൈനല്ല വരച്ചത്, ഞാൻ അവനെ ഇങ്ങനെ കറക്കിയൊക്കെ വരച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കറക്കി വരച്ചിരിക്കുന്നത്? ബിക്കോസ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. ഇവൻ എന്താണ്? ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഇരിക്കുന്നവനായതുകൊണ്ട് അവനൊരു സർക്കുലർ പാത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ കറങ്ങി വന്നതാണ് എന്ന് നമ്മൾ പറയുന്നത്. എന്നിട്ട് ഈ സാധനം കറങ്ങി ഇപ്പുറത്തെത്തി വീണ്ടും തിരിച്ച് സെൻട്രലിൽ എത്തിയപ്പോഴത്തേക്കും ഈ ആദ്യത്തെ d1 എന്ന് പറയുന്ന ഡി നെഗറ്റീവായി d2 പോസിറ്റീവായി. അപ്പം എങ്ങോട്ട് ആക്സലറേറ്റ് ചെയ്യപ്പെടും? രണ്ടാമത്തെ ഈ പറയുന്ന ഡിയിലോട്ട് ആക്സലറേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഓരോ പ്രാവശ്യവും ഇതൊരു ഹാഫ് സൈക്കിൾ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ
ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഡിയുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുകയും അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഇതിങ്ങനെ ആക്സലറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് വേണ്ട ഒരു വെലോസിറ്റിയിൽ ഇത് എത്തിക്കഴിയുമ്പോൾ, നമുക്ക് ആവശ്യമുള്ള ഒരു വെലോസിറ്റിയിലേക്ക് ഇത് എത്തിക്കഴിയുമ്പോൾ നമ്മളൊരു ഡിഫ്ലക്ഷൻ പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഇവനെ നമ്മൾ ഡിഫ്ലക്റ്റ് ചെയ്ത് പുറത്തേക്ക് എക്സിറ്റ് പോർട്ട് വഴി നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകും. ദിസ് ഈസ് ഹൗ എ പോസിറ്റീവ് പാർട്ടിക്കിൾ ഈസ് ആക്സലറേറ്റഡ് ഇൻ എ സൈക്ലോട്രോൺ. ഒരു സൈക്ലോട്രോണിനകത്തിൽ ഒരു പോസിറ്റീവ് പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ് നമ്മളിപ്പം പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഒരു ഇവാക്യുവേറ്റഡ് ചേംബർ ഉണ്ട്. എന്തുകൊണ്ട് ഇവാക്യുവേറ്റഡ്? എയറിൻ്റെ ഒന്നും എഫക്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. ഒരു ഇവാക്യുവേറ്റഡ് ചേംബർ ഉണ്ട്. അതിനകത്തിൽ ഈ 2 ഡീസ് നമ്മൾ കണക്ട് ചെയ്തു. ആ ഡീസിൻ്റെ നടുക്ക് നമുക്കൊരു അയോണിക് സോഴ്സ് ഉണ്ട്. ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. ഈ പറയുന്ന ഡീസിനെ ഞാനൊരു ഓസിലേറ്ററിലോട്ട് കണക്ട് ചെയ്തു. ആ ഓസിലേറ്ററിൻ്റെ ഒരു എൻഡ് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ എൻഡ് പോസിറ്റീവ് ആയിരിക്കും. അത് കാരണം 2 ഡീസും ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലായിരിക്കും. ആദ്യം D1 പോസിറ്റീവും D2 നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്തപ്പോൾ ഈ പറയുന്ന അയോണിക് സോഴ്സിൽ നിന്ന് വന്ന പോസിറ്റീവ് പാർട്ടിക്കിള് വലത്തോട്ട് പോയി. അത് കറങ്ങാനുള്ള കാരണം പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡാണ്. അവൻ കറങ്ങി നടുക്കെത്തിയപ്പോഴത്തേക്ക് പൊളാരിറ്റി ചേഞ്ച്, അപ്പോൾ ഇവനെ ഇങ്ങോട്ട് വലിച്ചു, ഫോഴ്സ് ഉണ്ടായി. അപ്പോൾ അവൻ ആക്സലറേറ്റ് ചെയ്തു. ഓരോ പ്രാവശ്യവും റേഡിയസ് കൂടിയാലും കൃത്യസമയത്ത് അവൻ തിരിച്ച് നടുക്കെത്തും. കാര്യം എന്താ? ഇവൻ ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട്. അപ്പം വലിപ്പം കൂടുന്നതിനകത്തിൽ കാര്യമില്ല. അതേ സമയം കോൺസ്റ്റൻറ്റ് ടൈം ഇൻ്റർവെൽ ഇവൻ തിരിച്ചു വരുന്നു, സ്പീഡ് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെലോസിറ്റി അവൻ അക്വയർ ചെയ്ത് കഴിയുമ്പോൾ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ ഹിറ്റ് ചെയ്യിപ്പിച്ച് എക്സിറ്റ് പോർട്ട് വഴി നമുക്ക് ആവശ്യമുള്ളിടത്തേക്ക് ഈ പോസിറ്റീവ് പാർട്ടിക്കിളിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു. ദിസ് ഈസ് ഹൗ ദ വർക്കിംഗ് ഓഫ് എ സൈക്ലോട്രോൺ ഈസ്. പടം വരച്ചെടുക്കാമല്ലോ? വരച്ചെടുക്കാം. ഇത് രണ്ടും ഡീസ് ആണ്. ഡീസ് ഇത് രണ്ടും ഡീസ് ആണ്. നമ്മളിനി ഇതിൻ്റെ ഇക്വേഷൻ 2 ഇക്വേഷൻ ഉണ്ട്. ടൈം പീരീഡിൻ്റെയും അതേപോലെ തന്നെ മെയിനായിട്ടും നമുക്ക് സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് പറയും. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു സൈക്കിളിൽ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി. 2 കാര്യങ്ങളാണ്, ടൈം പീരീഡും ഫ്രീക്വൻസിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് യു മീൻ ബൈ ടൈം പീരീഡ്? ഏതെങ്കിലും ഒരു മോഷൻ്റെ ടൈം പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ 1 കംപ്ലീറ്റ് സൈക്കിൾ. ഒരു കംപ്ലീറ്റ് സൈക്കിളിന് വേണ്ടി എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ ഫ്രീക്വൻസി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് കംപ്ലീറ്റ് സൈക്കിൾസ് പെർ യൂണിറ്റ് സെക്കൻഡ്, പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് കംപ്ലീറ്റ് സൈക്കിൾസിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ചെയ്താൽ മതി. നമുക്ക് സൈക്ലോട്രോൺ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ആ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഈ പറയുന്ന പാർട്ടിക്കിൾ, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഏത് മോഷനിലാണ്? സർക്കുലാർ മോഷനിലാണ്. ഏതൊരു വസ്തുവും സർക്കുലാർ മോഷനിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഏതൊരു വസ്തുവും ഒരു സർക്കുലാർ മോഷനിൽ ആണ് എന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ളൊരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സിനെ നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നും അതെപ്പോഴും സെൻട്രലിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ദ ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ സർക്കുലാർ മോഷൻ ഓഫ് എനി പാർട്ടിക്കിൾ. ഏതൊരു പാർട്ടിക്കിളിൻ്റെയും സർക്കുലാർ മോഷന് കാരണക്കാരനായിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് നിങ്ങൾ 4ാമത്തെ ചാപ്റ്ററിനകത്ത്, അതായത് +1 നിങ്ങൾ മോഷനിനെ പ്ലെയിനകത്തിൽ സർക്കുലാർ മോഷൻ പഠിക്കുമ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ ലോസ് ഓഫ് മോഷനകത്ത് വരുമ്പം മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ്, അതിനെ ലെവൽ റോഡും ബാങ്ക് റോഡും രണ്ടും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെയും സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവിടെ ലെവൽ റോഡിൻ്റെ കേസിൽ ഓർമ്മയുണ്ടോ? ഫ്രിക്ഷൻ്റെയൊക്കെ കേസ് നിങ്ങൾ പറഞ്ഞപ്പം ഒരു ലെവൽ റോഡിൽ ഒരു കാറ് ഒരു ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരു കർവ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കർവ് ഒരു സർക്കുലാർ മോഷൻ്റെ ഭാഗമാണെന്നും ആ സർക്കുലാർ മോഷന് കാരണക്കാരനായിട്ടൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടെന്നും അവിടെ ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഫ്രിക്ഷൻ ആണെന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ ഡെറിവേഷൻ എഴുതുന്നത്. mv²/r = F. ആ ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ?
അങ്ങനെയാണ് നിങ്ങൾ വി ഇസ് ഈക്വൽ ടു റൂട്ട് മ്യൂ ആർ ജി എന്നുള്ള ഇക്വേഷനിലേക്ക് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ അതേ കൂട്ട് തന്നെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നത് ആരാണ്? ഇപ്പം ഞാനൊരു കല്ലിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ ഒരു കയറിൻ്റെ അറ്റത്ത് കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കാം. കയറിൻ്റെ അറ്റത്ത് കല്ല് കെട്ടിയിട്ട് അപ്പോൾ കല്ല് ഏത് മോഷനാണ്? സർക്കുലർ മോഷനാണ്. അവന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവണം. അവൻ കറങ്ങുന്നുണ്ടെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. അവന് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നവരാണ് ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. സ്ട്രിങ്ങിലെ ടെൻഷനാണ് അവന് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഏതൊരു സർക്കുലർ മോഷനും ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഓരോരുത്തർക്കും ഓരോ സോഴ്സുകളാണ് അതിന്. മനസ്സിലായോ? കല്ല് കെട്ടി കറക്കുമ്പോൾ സ്ട്രിങ്ങിനകത്തെ ടെൻഷനാണ്. ഈ പറയുന്ന സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുമ്പോഴും സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പറയുന്നത് ഗ്രാവിറ്റിയാണ് എന്ന് പറയും. അങ്ങനെ ഓരോ കണ്ടീഷനിലും ഓരോന്ന് പറയും. ഇപ്പം വണ്ടി ഒരു വളവെടുക്കുമ്പോൾ അവിടെ ഫ്രിക്ഷനാണ് സെൻട്രിപെറ്റൽ ഫോഴ്സിന് സഹായിക്കുന്നത്, പിടിച്ചു നിർത്താൻ, സെൻട്രലിലോട്ട് പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത്. അപ്പോൾ അവിടെ ഫ്രിക്ഷനാണ് mv²/r എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ആരാണ് ഈ സർക്കുലർ മോഷന് കാരണം? It is the magnetic field. Force experienced by the charged particle due to the magnetic field is responsible for the circular motion. അതുകൊണ്ട് നമ്മൾ പറയും mv²/r. ആദ്യത്തെ ഒരു സെമി സർക്കുലർ പാത്ത് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് നമ്മൾ mv²/r എന്ന് എഴുതി. And that mv²/r is equal to qvb sin theta. അതായത് qvb sin theta ആണ് എന്ത് കൊടുത്തത്? ഈ പറയുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുത്തത്. ഇതൊരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് സൈൻ തീറ്റ എന്ന് പറയുന്നത് sin 90 ആയിരിക്കും. sin 91 ആയതുകൊണ്ട് അത് എഴുതേണ്ട കാര്യം ഇല്ല. അപ്പം നമ്മൾ എഴുതി mv²/r is equal to qvb എന്ന് നമുക്ക് എഴുതാൻ സാധിച്ചു. ആ ഇക്വേഷൻ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു കാര്യം നമുക്ക് ഇവിടെ പറയാം. ഈ ആദ്യത്തെ ഒരു സെമി സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് r ആണെന്ന് പറയാം. ലെറ്റ് r be the radius of the സെമി സർക്കുലർ പാത്ത്. ഫസ്റ്റ് സെമി സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് r ആണ് എന്ന് പറയാം. കാരണം ഇവിടെ മൊത്തം കംപ്ലീറ്റ് ആയെങ്കിൽ സർക്കുലർ പാത്ത് ആകത്തുള്ളൂ. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു സെമി സർക്കുലർ പാത്തിന് വേണ്ടിയുള്ള സമയമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൻ്റെ റേഡിയസ് r ആണ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ ഫോർ ദിസ് സെമി സർക്കുലർ പാത്ത്, ഈ സെമി സർക്കുലർ പാത്തിൻ്റെ വേണ്ടി എടുത്ത സമയം നമുക്ക് കണ്ടുപിടിക്കണം. ലെറ്റ് ടി ബി ദ ടൈം ടേക്കൺ ഫോർ ദി സെമി സർക്കുലർ പാത്ത്. ആ സെമി സർക്കുലർ പാത്തിന് വേണ്ടി എടുത്ത സമയം ടി ആണ് എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ we can say that time is equal to displacement by velocity. ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. അപ്പം ഈ ആദ്യത്തെ r എന്ന് പറയുന്ന റേഡിയസ് കവർ ചെയ്യാൻ വേണ്ടി പോയ വെലോസിറ്റി എന്ന് പറയുന്നത് v ആണെങ്കിൽ നമുക്ക് പറയാം ടൈം t is equal to 2πr അല്ലെങ്കിൽ πr ഡിവൈഡഡ് ബൈ v എന്ന് എഴുതി. ടൈം t is equal to πr ഡിവൈഡഡ് ബൈ v എന്ന് എഴുതി. എന്തുവാണ് അങ്ങനെ എഴുതാനുള്ള കാരണം? നോക്കിക്കേ, ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റിയാണ്. ഞാൻ പറഞ്ഞു v വെലോസിറ്റിയിൽ ആണ് ഈ r എന്ന് പറയുന്ന റേഡിയസ് ഉള്ള സെമി സർക്കുലർ പാത്ത് കവർ ചെയ്തെങ്കിൽ ആ ഡിസ്റ്റൻസ് ഈ സെമി സർക്കുലർ ഒരു വാട്ട് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, ഒരു സർക്കിളിന്റെ ആ റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 2πr ആണ്. ഇതൊരു സെമി സർക്കിൾ അല്ലേ? സെമി സർക്കിൾ ആകുമ്പോൾ 2πrന്റെ പകുതി എത്രയാ? πr. അതുകൊണ്ടാണ് ടൈം t is equal to πr ഡിവൈഡഡ് ബൈ v എന്ന് കൊടുത്തത്. അതായത് ഡിസ്റ്റൻസ് കവേർഡ് ബൈ വെലോസിറ്റി. അപ്പോൾ നമുക്ക് ടൈം കിട്ടിയേ. വീണ്ടും ഞാൻ ഈ വെലോസിറ്റി ഒന്ന് മോഡിഫൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതിയേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, v² ആണ്. ഈ സ്ക്വയറും ഈ വിയും കൂടെ അങ്ങ് ക്യാൻസലായി പോകും. അപ്പം നമുക്ക് എഴുതാം v is equal to q into b into r ഡിവൈഡഡ് ബൈ m എന്ന് എഴുതാം. v is equal to ഈ r അപ്പുറത്ത് പോകുമ്പോൾ മേളിൽ വരും, qbr ഡിവൈഡഡ് ബൈ m എന്ന് എഴുതി. ഈ വാല്യൂ ആണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഇക്വേഷനകത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ എഴുതി ദ ടൈം ടേക്കൺ t is equal to π into r ഡിവൈഡഡ് ബൈ വിക്ക് പകരം qbr ബൈ m എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. q
ബി ആർ ഡിവൈഡഡ് ബൈ എം എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ആറും കൂടെ ക്യാൻസലായി. ഈ താഴെ കിടക്കുന്ന എം എനിക്ക് മുകളിൽ. അപ്പോൾ ടൈം ടി ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു ബി എന്ന് കിട്ടി. ഈ ടി എന്ന് പറയുന്നത് എന്താണ്? ടൈം ടേക്കൺ ഫോർ ദി സെമി സർക്കുലർ പാത്ത്. ടൈം ടേക്കൺ ഫോർ ദ ഫസ്റ്റ് സെമി സർക്കുലർ പാത്ത്. എൻ്റെ ചോദ്യം അതേ സമയം തന്നെയല്ലേ അവൻ അടുത്ത സെമി സർക്കുലർ പാത്തിന് എടുക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാരണം ഈ ഇതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവൻ തിരിച്ചു വരുന്നുണ്ട്. വലിപ്പം, അതായത് അവൻ്റെ പാത്ത് കൂടുന്നെങ്കിൽ പോലും അവൻ സമയം കൃത്യമായിട്ട് എടുക്കും. സ്പീഡ് കൂട്ടിയിട്ട് അവൻ കൃത്യസമയത്ത് തന്നെ തിരിച്ചെത്തുന്നുണ്ട് അല്ലേ? അപ്പം എല്ലാ ഹാഫ് സൈക്കിളിന് വേണ്ടിയും അവൻ എടുക്കുന്ന സമയം എത്രയാണ്? ഈ ടി എന്ന് പറയുന്ന സമയം തന്നെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈക്കിളിന് വേണ്ടി എടുക്കുന്ന സമയത്തെ ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് സൈക്കിൾ, ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് സൈക്കിൾ, ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് സൈക്കിൾ, ക്യാപിറ്റൽ ടി. ഒരു കംപ്ലീറ്റ് സൈക്കിളിന് വേണ്ടി എടുക്കുന്ന സമയത്തെ നമ്മൾ വിളിക്കുന്നതാണ് ടൈം പീരിയഡ്. ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് സൈക്കിൾ ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സ്മോൾ ടി. ഹാഫ് സൈക്കിളിന് വേണ്ടി എടുക്കുന്ന സമയത്തിൻ്റെ ഇരട്ടിയാണ് കംപ്ലീറ്റ് സൈക്കിളിന് വേണ്ടി എടുക്കുന്നത്. അപ്പം നമുക്ക് കിട്ടി ടൈം പീരിയഡ് ഫോർ ദ പാർട്ടിക്കിൾ ഇൻ ദ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു പൈ ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു ബി. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ടൈം പീരിയഡ് ഓഫ് ദ പോസിറ്റീവ് പാർട്ടിക്കിൾ വിച്ച് ഈസ് ബീങ് ആക്സിലറേറ്റഡ് ഇൻ എ സൈക്ലോട്രോൺ. ഒരു സൈക്ലോട്രോണിനകത്തിൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന പോസിറ്റീവ് പാർട്ടിക്കിളിൻ്റെ ടൈം പീരിയഡിൻ്റെ ഇക്വേഷനാണ് ടി ഈസ് ഈക്വൽ ടു 2 പൈ എം ഡിവൈഡഡ് ബൈ ക്യൂ ബി. മനസ്സിലായോ? നോട്ട് ചെയ്യാമല്ലോ. ഇതല്ല നമുക്ക് വേണ്ട ഇക്വേഷൻ. നമുക്ക് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതിൻ്റെ റെസിപ്രോക്കലാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ നേരെ തിരിച്ചിടുന്നതാണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. നോട്ട് ചെയ്യാമല്ലോ. ചെയ്തു. അടുത്തത് നമ്മളിതിൻ്റെ ഫ്രീക്വൻസി, സൈക്ലോട്രോൺ ഫ്രീക്വൻസിയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നമുക്കിപ്പോൾ ടൈം പീരീഡ് ഉണ്ടെങ്കിൽ സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. സൈക്ലോട്രോൺ ഫ്രീക്വൻസി, cyclotron frequency. Cyclotron frequency nu is equal to 1 by t. Frequency nu is equal to 1 by t. അങ്ങനെയാണെങ്കിൽ reciprocal of time period ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? qb divided by 2 pi into m. Equation for cyclotron frequency is q into b divided by 2 pi into m. അതാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ഫോർ സൈക്ലോട്രോൺ ഫ്രീക്വൻസി. അടുത്ത ഒരു ഇക്വേഷൻ കൂടെ നമ്മൾ പറയും. കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ദി കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ദി പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിൾ അക്വയർ ചെയ്ത കൈനറ്റിക് എനർജി നമ്മൾ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി? ഹാഫ് എം വി സ്ക്വയർ. പക്ഷെ ഇവിടെ വി എന്താണ്? നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ക്യൂ ബി ആർ ബൈ എം ആണ് വി എന്ന് പറയുന്നത്. അപ്പോൾ വിയുടെ ആ വാല്യൂ ഞാൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിക്ക് പകരം 1/2 ഇൻറ്റു എം ഇൻറ്റു ക്യൂ ബി ആർ ബൈ എം ആണ്. അപ്പം നോക്കിക്കേ, വിയുടെ സ്ക്വയർ ആണെങ്കിൽ ഇവന്മാർക്കെല്ലാം സ്ക്വയർ വരും. ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ സ്ക്വയർ ബൈ എം സ്ക്വയർ. ഇവിടുത്തെ എമ്മും ഈ സ്ക്വയറും കൂടെ വെട്ടിപ്പോവും. അങ്ങനെയാണെങ്കിൽ ദ ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. ഒരു സൈക്ലോട്രോണിനകത്തിൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ സ്ക്വയർ ബൈ 2m. മാക്സിമം കൈനറ്റിക് എനർജി ചോദിക്കുവാണെങ്കിൽ ഈ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ഡി ആണ്. ഡിയുടെ റേഡിയസ് എന്നിട്ടുണ്ടെങ്കിൽ അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അക്വയർ ചെയ്യാവുന്ന മാക്സിമം
കൈനറ്റിക് എനർജി കിട്ടും. നോട്ട് ചെയ്യാലോ. അടുത്ത ഒരു ഹെഡിങ് എഴുതാം, ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ. ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ. ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ. നമ്മൾ ബയോട്ട്-സവാർട്ട്സ് ലോയ്ക്കകത്തിൽ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് പറയുന്നതെങ്കിൽ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോയ്ക്കകത്തിൽ നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പിലെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഒരു ക്ലോസ്ഡ് ലൂപ്പിലെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് എവിടെ പറയാൻ പോകുന്നത്? ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോയ്ക്കകത്തിൽ പറയാൻ പോകുന്നു. എനിക്കിങ്ങനെ ഒരു ലൂപ്പുണ്ട്. ഈ ലൂപ്പിനകത്തിൽ കൂടെ കുറേ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ലൂപ്പിലൂടെ കുറേ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലൂപ്പിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ആ ലൂപ്പിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോയ്ക്കകത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഒരു ക്ലോസ്ഡ് ലൂപ്പ്, ഇൻ ദ ക്ലോസ്ഡ് ലൂപ്പ് current is flowing inside the loop, then the magnetic field due to the current in the magnetic field in the loop due to the current inside, net current inside the loop. ആ ലൂപ്പിനകത്തിലുള്ള നെറ്റ് കറണ്ട് കാരണം ലൂപ്പിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് എവിടെ നമ്മൾ പറയുന്നത്? ആംബിയർ സർക്യൂട്ടൽ ലോയ്ക്കകത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒരു പടം വരയ്ക്കാം. ക്ലോസ്ഡ് ലൂപ്പാണെന്നും അതിനകത്ത് കൂടെ കറണ്ട് ഉണ്ടെന്നും ഒക്കെയുള്ള കോൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ പടം വരച്ചത്. അപ്പം ഞാൻ ഒരു ലൂപ്പ് വരച്ചു, ഇങ്ങനെ ഒരു ലൂപ്പ് വരച്ചു. ഈ ലൂപ്പിലൂടെ ഒരു കണ്ടക്ടറുണ്ട്. ആ കണ്ടക്ടറിനകത്തിൽ കൂടെ ഐ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഐ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. ഞാൻ ഈ പറയുന്ന ലൂപ്പിൽ ചെറിയൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്തു, ഡി എൽ എന്ന് പറയുന്ന ചെറിയൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്തു. അപ്പോൾ നിങ്ങൾ ബയോട്ട്-സവാർട്ട്സ് ലോയ്ക്കകത്തെ എലമെൻറ്റ് ഡി എല്ലും ഇവിടുത്തെ എലമെൻറ്റ് ഡി എല്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബയോട്ട്-സവാർട്ട്സ് ലോയ്ക്കകത്തിൽ നമ്മുടെ എലമെൻ്റ് എന്ന് പറയുന്നത് കറണ്ട് ക്യാരിയിങ് എലമെൻ്റ് ആണ്. കറണ്ട് ഉണ്ടായിരുന്ന എലമെൻ്റാണ് നമ്മൾ ബയോട്ട്-സവാർട്ട്സ് ലോയ്ക്കകത്തിൽ പറഞ്ഞത്. ഇവിടെ പക്ഷേ നമ്മുടെ എലമെൻ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു റീജിയൻ, ആ ലൂപ്പിനകത്ത് ഒരു ചെറിയൊരു കട്ടിങ് മാത്രമാണ് എലമെൻറ്റ്. അവിടെ കറണ്ടും ഒന്നുമില്ല. പക്ഷെ അവിടെ നമുക്ക് ഈ എലമെൻറ്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഇക്വേഷൻ എഴുതും. അതായത് ഡി എൽ എന്ന് പറയുന്ന ഈ എലമെൻറ്റിൽ ഐ എന്ന് പറയുന്ന ഈ കറണ്ട് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നും ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, അതായത് ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, അതായത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഇതാണ് എൻ്റെ ലൂപ്പ്, ഈ ടേബിളാണ് എൻ്റെ ലൂപ്പ്. കറണ്ട് പോകുന്നത് മുകളിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് എന്തായിരിക്കും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? മോളിൽ നോക്കുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പം ഞാൻ ഈ പറയുന്ന ടേബിൾ, ഈ പറയുന്ന ചെറിയ ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു? ടീപ്പോയുടെ മണ്ടയ്ക്ക് ചെറിയൊരു കറണ്ട്, ഒരു ചോക്കിങ്ങിനെ പ്ലേസ് ചെയ്തു. അതാണ് എൻ്റെ കണ്ടക്ടർ എന്ന് പറഞ്ഞു. മോളിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ എൻഡിൽ എങ്ങോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ? ഇങ്ങോട്ടായിരിക്കും. ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്, ഈ എൻഡിൽ അങ്ങോട്ടായിരിക്കും. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. കാരണം എന്താ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ദ മാഗ്നറ്റിക് ഫീൽഡ്, ഇഫ് ദ തമ്പ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ദെൻ ദ കർവ് ഓഫ് യുവർ ഫിംഗേഴ്സ്, നിങ്ങളുടെ ഫിംഗറിൻ്റെ കർവ് നിങ്ങൾക്ക് എന്ത് തരും? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് തരും. മനസ്സിലായോ? ഇഫ് ദ തമ്പ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ദെൻ ദ കർവ് ഓഫ് യുവർ ഫിംഗേഴ്സ് വിൽ റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ പറയുന്ന ലൂപ്പിനകത്തും നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നും ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ടാൻജൻഷ്യൽ ടു ദിസ് ലൂപ്പ്, ഈ ലൂപ്പിന് ടാൻജൻഷ്യൽ ആണ്. അപ്പോൾ ഞാൻ ഈ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് മുകളിലോട്ടാണെന്നൊരു തോന്നൽ വരാം. മുകളിലോട്ടല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദിസ് ബോർഡാണ്. ഈ ബോർഡിൻ്റെ പ്ലെയിനിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബി ഡോട്ട്
dl ആണ്. The equation for the magnetic field at this small element, ഈ ചെറിയ എലമെന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? B dot dl ആണ്. അങ്ങനെയാണെങ്കിൽ ആംബിയർ സർക്യൂട്ടൽ ലോയ്ക്കകത്തിൽ നമ്മൾ എവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് പറയുന്നത്? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ലൂപ്പ്. ഈ ലൂപ്പിനകത്തെ മുഴുവൻ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചും പറയുന്നതാണ് ഏത്? ആംബിയർ സർക്യൂട്ടൽ ലോ. Therefore magnetic field in the closed loop is given by closed integral B dot dl. നമ്മൾ അതിനെ ലൈൻ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ക്ലോസ്ഡ് പാത്തിലെ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് നമുക്ക് ചെറിയൊരു എലമെന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡി എൽ ആണെങ്കിൽ ഈ എൻറ്റയർ പോർഷനിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ബി ഡോട്ട് ഡി എൽ ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ മൊത്തം പോർഷനിലെ മാഗ്നറ്റിക് ഫീൽഡ് ബി ഡോട്ട് ഡി എൽ ആണ് എന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ, അവിടെയാണ് നമ്മൾ സർക്യൂട്ടൽ ലോ പറയാൻ പോകുന്നതേ ഉള്ളൂ. അക്കോർഡിംഗ് ടു ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ, line integral B dot dl is equal to the magnetic field in any closed loop is equal to mu 0 times the current enclosed by the loop, mu 0 times the net current enclosed by the loop. ഇതാണ് ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. അതായത് the total magnetic field in any loop, in any closed loop is equal to mu 0 times the current enclosed in the loop. ആ ലൂപ്പിനകത്തിൽ എൻക്ലോസ് ചെയ്ത കറണ്ടിന്റെ mu 0 ടൈംസ് ആയിരിക്കും എന്ത്? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നോട്ട് ചെയ്തോളാം. പടം വരയ്ക്കുക, ചെറിയൊരു എലമെന്റ് ഡി എൽ കാണിക്കുക, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ബി ഡോട്ട് ഡി എൽ ആണെന്ന് പറയുക. ഇതിനകത്ത് കൂടെ കറണ്ട് ഐ ആണെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ക്ലോസ് ലൂപ്പ് ഈസ് ഗിവൺ ബൈ ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ. ദെൻ അക്കോർഡിംഗ് ടു ആംബിയർ സർക്യൂട്ടൽ ലോ ദാറ്റ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു mu 0 ടൈംസ് കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു long straight magnetic field due to long straight current carrying conductor. Magnetic field due to long straight current carrying conductor. ഒരു ലോങ് സ്ട്രേറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. മുമ്പേ വരച്ച അതേ പടം തന്നെ നമ്മൾ വരയ്ക്കും. ഒരു ഇൻഫിനിറ്റ് ലോങ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മൾ വരച്ചു. അതിനകത്ത് കൂടെ കടന്നു പോകുന്ന കറണ്ട് ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കാരണം ഇതിൻ്റെ ചുറ്റിനുമുള്ള ഒരു പെർട്ടിക്കുലർ ഒരു ലൂപ്പിനകത്തെ കറണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ റേഡിയസ് ആർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ലൂപ്പിൻ്റെ റേഡിയസ്, അതിൻ്റെ ചുറ്റും ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ റേഡിയസ് ആർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതും അക്കോർഡിംഗ് ടു ബയോട്ട്-സവാർട്ട്സ് ലോ, according to Ampere's circuital law, according to Ampere's circuital law, according to Ampere's circuital law, line integral B dot dl
ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ. കാരണം ഇവിടെ ഇതിനകത്ത് കൂടെ കടന്നു പോകുന്ന കറണ്ട് ഐ ആണ്, അതുകൊണ്ട് നമുക്ക് മ്യൂ സീറോ ഐ എന്ന് തന്നെ എഴുതാം, പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ലൂപ്പിനകത്തിൽ കൂടെ ഐ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ളൂ. ശരിക്കും താഴോട്ട് ഐ എന്ന് പറയുന്നൊരു കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നെറ്റ് കറണ്ട് സീറോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കും. കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മേളോട്ടൊരു കറണ്ടും അതേപോലെ തന്നെ താഴോട്ടും ഒരു കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻസൽ ആയിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നെറ്റ് കറണ്ട് കൂടെ കൺസിഡർ ചെയ്യും. ഇപ്പോൾ 2i, രണ്ട് കറണ്ട് കണ്ടക്ടർ മേളോട്ട് കറണ്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ i പ്ലസ് ഐ 2i, ഒരെണ്ണം മേളോട്ടും ഒരെണ്ണം താഴോട്ടും ആയിരുന്നെങ്കിൽ i മൈനസ് ഐ വന്നേനെ, സീറോ ആയേനെ. അപ്പം നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് സീറോ. അത് നമ്മൾ അടുത്ത സോളിനോയിഡൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ ബി കോസ് തീറ്റയാണ്. എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താണ്? എ ബി കോസ് തീറ്റയാണ്. അപ്പോൾ ഞാനിവിടെ ലൈൻ ഇൻ്റഗ്രൽ ബി ഇൻറ്റു ഡി എൽ ഇൻറ്റു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ എന്ന് എഴുതി. വേർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ, തീറ്റ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഡി എൽ, അതായത് മുമ്പേ നമ്മളൊരു പടം വരച്ചായിരുന്നു, ഡി എൽ എന്ന് പറയുന്ന ലെങ്ത്തും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് എന്ത്? തീറ്റ എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ ഈ പ്ലേറ്റ് വരച്ചത്. അപ്പോൾ നമ്മൾ മുമ്പേ വരച്ച പടത്തിനകത്ത് നിങ്ങൾ ഇങ്ങനെ വരച്ചപ്പോൾ ബി എന്ന് പറയുന്നത് ഡി എല്ലിന് പെർപെൻഡിക്കുലർ ആയിട്ട് തോന്നാം. അല്ല, ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദി ബോർഡാണ്. ഈ ബോർഡിൻ്റെ പ്ലെയിനിലോട്ടാണ് എന്തിൻ്റെ ഡയറക്ഷൻ? ബിയുടെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഡി എല്ലും ബിയും തമ്മിലുള്ള ആംഗിൾ എന്താണ്? സീറോ ആണ്. ദ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ഡി എൽ ഈസ് സീറോ. അപ്പോൾ കോസ് സീറോ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ആസ് തീറ്റ ഈസ് ഈക്വൽ ടു സീറോ, തീറ്റ സീറോ ആയതുകൊണ്ട് നമുക്ക് മേളത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഇൻറ്റു ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ. ഈ ഡോട്ട് പ്രോഡക്റ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല, അതിനെ ഇക്വേഷനിലേക്ക് മാറ്റിയിട്ട് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് ബി ഡി എൽ കോസ് തീറ്റയാണ്. തീറ്റ സീറോ ആയതുകൊണ്ട് കോസ് സീറോ 1 ആണ്. അതുകൊണ്ട് ബി ഇൻറ്റു ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ. മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നുണ്ടോ ഇവിടെ? ഇല്ല, മാറത്തില്ല, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് അത് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബി ഇൻറ്റു ലൈൻ ഇൻ്റഗ്രൽ ഡി എൽ ഇസ് ഈക്വൽ ടു, ബി ഇൻറ്റു ലൈൻ ഇൻ്റഗ്രൽ ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ. ബി ഇൻറ്റു ലൈൻ ഇൻ്റഗ്രൽ ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ. നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ള വാട്ട് ഈസ് ലൈൻ ഇൻ്റഗ്രൽ ഡി എൽ? ഒരു സർക്കുലർ പാത്തിൽ ചെറിയൊരു എലമെൻറ്റ് ഡി എൽ എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ടെങ്കിൽ അവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനെ സം ചെയ്യുകയാണ്. അവനെ സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇൻ്റഗ്രൽ ഡി എൽ. ഒരു സർക്കുലർ പാത്തിലെ ചെറിയൊരു എലമെൻറ്റ്, ആ പാത്തിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അതിനെ സം ചെയ്യുമ്പോൾ മൊത്തം കിട്ടുന്നത് ആ സർക്കുലർ പോർഷൻ്റെ സർക്കംഫറൻസ് ആയിരിക്കും. അപ്പം ലൈൻ ഇൻ്റഗ്രൽ ഡി എല്ലിന് നമുക്ക് എങ്ങനെ എഴുതാം? 2πr. അപ്പം ഞാൻ എഴുതി ബി ഇൻറ്റു 2πr ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു ഐ. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ്. അപ്പം നമ്മൾ എഴുതി മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് ക്യാരിങ് എലമെൻറ്റ് ബി ഈസ് ഈക്വൽ ടു, ഈ ബി ഈ കറന്റ് ക്യാരിങ് എലമെൻറ്റ് കാരണം ഈ സർക്കുലർ പാത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മ്യൂ സീറോ ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ 2πr. മറ്റൊരു ഇക്വേഷൻ. നിങ്ങളിതുവരെ സർക്കുലർ കോയിലിൻ്റെ ആയിരുന്നു ചെയ്തെങ്കിൽ ഇപ്പോൾ ഒരു സ്ട്രേറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടി. ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ബൈ 2πr. നമ്മുടെ ഈ കറണ്ട് വലിക്കുന്ന വയറുകളൊക്കെ ഇല്ലേ, പോസ്റ്റിൽ നിന്നും പോസ്റ്റിലോട്ട് പോകുന്ന വയറുകൾ, ആ വയറിൻ്റെ ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, കറണ്ട് പോകുന്ന ആ വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ നമ്മളിതാണ് യൂസ് ചെയ്യുന്നത്, മ്യൂ സീറോ ഐ ബൈ 2πr. സ്ട്രേറ്റ് കണ്ടക്ടേഴ്സിൻ്റെ ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്തിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? അതിനകത്ത് കൂടെ ഒഴുകുന്ന കറണ്ടിനെയും ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നിന്ന് എത്രമാത്രം ദൂരെയാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്, ആ ദൂരമാണ് R വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഓവർ ഹെഡ് ലൈൻസിൻ്റെ ഒക്കെ ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ബൈ 2πr is the equation for magnetic field due to a long straight
കറന്റ് ക്യാരിങ് കണ്ടക്ടർ. ഒരു ലോങ് സ്റ്റേറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് B is equal to mu0 I by 2πr. എന്താ നമ്മളതിന് ചെയ്തത്? കറന്റ് ക്യാരിങ് കണ്ടക്ടർ വരച്ചു, അതിന് ചുറ്റും ഒരു ലൂപ്പ് വരച്ചു, അവിടെ നമ്മൾ ആംബിയർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്തു, ബി ഡോട്ട് ഡി എല്ലിനെ BDL cos θ എന്ന് എഴുതി, തീറ്റ 0 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ 2πr ആണ്. അവനെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോയി ഇക്വേഷനായി. സിമ്പിൾ കാര്യം. നോട്ട് ചെയ്യാമല്ലോ. ഒരു ക്വസ്റ്റ്യൻ എഴുതി. എ സർക്കുലർ കോയിൽ, ഒരു പ്രോബ്ലമാണ്. എ സർക്കുലർ കോയിൽ of wire, a circular coil of wire consisting of 100 turns, a circular coil of wire consisting of 100 turns, each of radius 8.0 centimeter, each of radius 8.0 centimeter, carries a current of 0.40 ampere, carries a current of 0.40 ampere, carries a current of 0.40 ampere. Full stop. What is the magnitude of magnetic field B? What is the magnitude of magnetic field B at the center of the coil? What is the magnitude of magnetic field B at the center of the coil? What is the equation for magnetic field at the center of the coil? Current carrying circular coil. ഒരു കറന്റ് ക്യാരിങ് സർക്കുലർ കോയിലിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. mu0 ഇൻറ്റു n ഇൻറ്റു I ഡിവൈഡഡ് ബൈ 2a ആണ്. mu0യുടെ വാല്യൂ നമുക്കറിയാം 4π ഇൻറ്റു 10⁻⁻7 ആണ് mu0. n നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 100 ടേൺസ് ആണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കറണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എത്രയാ? 0.40 ആംപിയർ ആണ് കറണ്ട് എന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാ? റേഡിയസ് 8 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 ഇൻറ്റു 10⁻²⁻2 മീറ്റർ ആണ് എന്ന് നമുക്ക് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. mu0യ്ക്ക് പകരം 4π ഇൻറ്റു 10 mu0യുടെ വാല്യൂ 4π ഇൻറ്റു 10⁻⁻7 ആണെങ്കിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു 100 ഇൻറ്റു 0.40 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 8 ഇൻറ്റു 10⁻². ഈ പറയുന്ന 4ഉം ഈ 2ഉം കൂടെ ക്യാൻസലായി. ഇവിടെ ഞാൻ 2 എന്ന് എഴുതി. അപ്പം ഞാൻ എഴുതി 2π ഇൻറ്റു 40.40 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. ഇൻറ്റു 40 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 10⁻². താഴെ കിടക്കുന്ന -2 മുകളിൽ കൊണ്ടുപോകുമ്പോൾ +2 ആയി. ഡിവൈഡഡ് ബൈ 8. ഈ 2ഉം ഈ 8ഉം കൂടെ വെട്ടി 4 ആയി. ഈ 4ഉം ഈ 40ഉം കൂടെ വെട്ടി 10 ആയി. അപ്പോൾ എനിക്ക് കിട്ടി π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 10⁻3. 10⁻⁻7 ഇൻറ്റു 10⁻3 എന്ന് പറയുമ്പോൾ 10⁻⁻, കാരണം ഇവിടെ 10 ഇൻറ്റു 10⁻2 ഉണ്ട്. അപ്പോൾ 10⁻3 +3ഉം -7, അപ്പോൾ -4 എന്ന് കിട്ടും. ആൻസർ ഈസ് 3.14 ഇൻറ്റു 10⁻⁻4 ടെസ്ല. മാഗ്നറ്റിക് ഫീൽഡ് B is equal to 3.14 ഇൻറ്റു 10⁻⁻4 ടെസ്ല. വാല്യൂസ് എടുത്ത് എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. 3.14 × 10⁻⁴ ടെസ്ല. നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുമ്പോഴും ഇത് ആൻസർ കിട്ടും.